പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് ഈശോ 22:12-28 പ്രാർത്ഥിച്ചപ്പോഴേ അതിൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈശോ അത് ഞാൻ തന്ന പ്രാർത്ഥനയാണ്, നല്ല പ്രാർത്ഥനയാണ്. പക്ഷേ അപ്പൻ്റെ നാമത്തെ അല്ലേ നീ മഹത്വപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്? അതിൻ്റെ കൂടെ ഈ വരി കൂടി നീ ചേർക്കണം. എന്താണ്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം. ഇത് രണ്ട് സമാന്തര വചനങ്ങളാണ് ശരിക്കും. കാര്യം നമ്മൾ യോഹന്നാൻ ഈ 12:28 വചനങ്ങൾ, അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന വചനവും നമ്മൾ ഇതേ സിറ്റുവേഷനിൽ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ എന്താ പറയണത്? അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അതിലെന്ത് പറയണം? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. നമ്മൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായം അല്ലേ, 39-ാമത്തെ വാക്യം. അപ്പോൾ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അതിൻ്റെ സമാന്തര വചനം എന്താണ്? അതിൻ്റെ കൂടെ ഈശോ പറഞ്ഞ വചനം എന്താണ്? അത് മത്തായി ശ്ലീഹയാണ് റിപ്പോർട്ട് ചെയ്യണത്. എന്താണ്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം. അപ്പോൾ നമുക്കത് വ്യക്തമല്ലേ? കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ടാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തേണ്ടത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് എൻ്റെ മക്കളും ധ്യാനിച്ച്, അതായത് നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ വചനങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വ്യാഖ്യാനിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ കൊതിയോടെയും ആഗ്രഹത്തോടെയാണ് കർത്താവിൻ്റെ വചനം കേൾക്കണത്. എന്താണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ദൈവ സംവിധാനമാണ് ഈ ആരാധനയും അതുപോലെയുള്ള വചനത്തിൻ്റെ വ്യാഖ്യാനവുമെല്ലാം. അപ്പോൾ നമ്മളെപ്പോഴെന്താ കണ്ടത്? ഇത് ദൈവം നമുക്ക് ശക്തിയുടെ സൂത്രവാക്യമാണ് ശരിക്കും. ഇപ്പോൾ സൂത്രവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ അല്ലേ, അല്ലെങ്കിൽ ഫോർമുല. അതിന് ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു ഫോർമുല ഉണ്ടാകണം. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ശക്തി. ഒരു മനുഷ്യൻ്റെ ശക്തി ചോർന്നു പോയാൽ, അവൻ ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അവൻ തളർന്ന് വീണ് കഴിഞ്ഞാൽ അവനെ എംപവർ ചെയ്യണം അല്ലേ, ശക്തിപ്പെടുത്തണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിന് പരിശുദ്ധാത്മാവ് ഈശോയിലൂടെ നിർവഹിച്ച സംഭവമാണ്. എന്താണ്? ഒന്ന്, പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കണം. രണ്ടാമത്തേത് എന്താ? അതാണ് നമ്മൾ യോഹന്നാൻ 22:12-28 കണ്ടത്. പിന്നെ എന്ത് പ്രാർത്ഥിക്കണം? അപ്പാ എൻ്റെ എങ്കിലും 26-39 മത്തായി ശ്ലീഹായുടെ സുവിശേഷം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. സുവിശേഷവിഹിതമായ ജീവിത പ്രശ്നങ്ങളെ അതിജീവിച്ച് അത് അഭിമുഖീകരിച്ച് ആ ദൈവശക്തി ആവഹിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിൻ്റെ ടെക്നിക്സ് പഠിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ പറയണ ആരാണെന്നറിയാമോ? യോഹന്നാൻ പറയണത് അല്ല പറയണത്, മത്തായി ശ്ലീഹായുമല്ല, ലൂക്കാ സുവിശേഷമാണ് പറയണത്.
എന്നാ പറയണത്? ലൂക്ക പറയും, അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാലാഖ. ചാർജ് ചെയ്യാൻ ആൾ വന്നേണ്ട നോക്കിയേ. അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാലാഖ വന്നു, ഒരു ദൈവദൂതൻ വന്നു. അപ്പം ഒരു പ്രാർത്ഥനയും, സത്യസന്ധമായ ഒരു പ്രാർത്ഥന പോലും അപ്പ ഉപേക്ഷിക്കത്തില്ല. അതാണ് 22:43 അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാലാഖ വന്നു. അതൊക്കെ കണ്ട അതിൻ്റെ പ്രോസസ്സിങ് കണ്ടില്ലേ? അസ്വസ്ഥമാകുന്ന ഒരു ഹൃദയത്തിൽ ശക്തി നേടാനുള്ള സൂത്രവാക്യങ്ങളെയാണ് ഈ സുവിശേഷം നമ്മൾ യോഹന്നാൻ 12:27, 28, മത്തായി 26:39, ലൂക്ക 22:43 എല്ലാം നമ്മൾ കണ്ട്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് രസം അറിയണോ? അതായത് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ, ഇപ്പം ഈശോൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ചില നിങ്ങൾക്കറിയാമല്ലോ, ഈശോൻ്റെ എല്ലാ ദിവസവും തന്നെ ഇഷ്യൂസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരുന്നു. നമ്മൾക്ക് എപ്പോഴും അറിയാവുന്നത് ഈശോയെ കുറിച്ച് മരണം മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ബൈബിൾ പരിശോധിക്കുന്നൊക്കെ അറിയാം, എവരിത്തിങ് ഹി വാസ് ഇൻ ട്രബിൾ. ഞാൻ ഓർക്കുക, ദൈവമേ എന്തോ ഒരു ജന്മം മുഴുവനും ഓരോ ദിവസവും ചിലപ്പോൾ നിയമജം വരും, പ്രശ്നം ഉണ്ടാക്കി, ചിലപ്പോൾ വല്ല വിചാരത്തിൽ പിടിച്ച സ്ത്രീകളെയും കൊണ്ടുവന്നിട്ട് പരസ്യ വിചാരണയ്ക്ക് ഒരുങ്ങും അല്ലേ. അപ്പോൾ ചില ആൾക്കാർ നാണയം കൊണ്ടുവരും, സീസറിന് കൊടുക്കണ ദൈവത്തിന്. അതുപോലെ തന്നെ ഇന്ന് ചോദിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവനെ തന്ത്രത്തിൽ കൊടുക്കാൻ വേണ്ടി നോക്കണതാണ് ഓരോ തരത്തിൽ. അപ്പോൾ ദാറ്റ് മീൻസ് ചുറ്റും ഇങ്ങനെ വൈരാഗ്യം, അസൂയ, പക, പരദൂഷണം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ ചുറ്റുമേ. ഈശോയുടെ ജീവിതത്തിൻ്റെ ഇപ്പം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ മാത്രമേ ഇങ്ങനെ നാട്ടുകാരുടെ പരദൂഷണവും പകയും വിദ്വേഷവും ചതിയും അഹങ്കാരവും മുൻകോപവും കലഹവും വക്രതയൊക്കെ ഉണ്ട്. ഇപ്പം നോക്കിയേ, ഒരു സിനിമ സെറ്റ് അഭിനയിക്കാൻ പറ്റിയ സാധനമാണ്. അഭിനയിക്കാനേ ഉള്ളേ, അവിടെ വേറെ ഒന്നുമില്ല. അഭിനയം കഴിഞ്ഞ ആൾക്കാർ പോവും. അഭിനയത്തിൻ്റെ പള്ളിക്കോലം ഉണ്ടാക്കിയിട്ട് അതിനെ ആക്രമിക്കുന്ന ഒരു കാലം ഇല്ലേ? ബെഡ്റൂമിലേക്ക്, ജീവിത പങ്കാളിയുടെ ബെഡ്റൂമിലേക്ക് മൂർഖൻ പാമ്പിനെ വില കൊടുത്ത് മേടിച്ച് പറഞ്ഞു വിടണൊക്കെ. അപ്പോൾ പലതരത്തിലുള്ള മനുഷ്യർ ഈ ലോകത്തുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഇപ്പം യോഹന്നാൻ 16, 22, 23 വായിക്കുമ്പോൾ എന്താ പറയുന്നത്? ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത് കീഴടക്കണത്? ശരിക്കും കർത്താവ് പരമപിതാവിൻ്റെ തിരുമനസ്സിന് കീഴ്വഴങ്ങുമ്പോഴാണ് ലോകത്തെ കീഴടക്കണത്. മനസ്സിലായില്ലേ? ഇപ്പം ഇപ്പോഴ് യോഹന്നാൻ 16:33, അതായത് ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ലോകത്തെ ഈശോ കീഴടക്കിയത്? അതായത് പരമപിതാവിൻ്റെ മനസ്സിനോട് ഈശോ യോജിക്കും. പരമപിതാവിൻ്റെ മനസ്സിനോട് യോജിക്കും. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞില്ലേ, കർത്താവിനോട് പറഞ്ഞില്ലേ ശിഷ്യന്മാർ? കർത്താവ് ഇങ്ങനെ ഓരോ ഇഷ്യൂസിനെ അതിജീവിക്കണ ഇവർ കണ്ടായിരുന്നു. കർത്താവ് ഇങ്ങനെ എല്ലാ ദിവസവും പ്രസംഗങ്ങളുണ്ടല്ലോ. എന്തിനാണ് അധികം? യുദാസിൻ്റെ അകത്തുണ്ടല്ലോ. പിന്നെ അധികം പ്രസംഗം പുറത്തുനിന്ന് ഉണ്ടാകേണ്ട കാര്യമില്ല, അവനുണ്ടായിക്കൊള്ളും ഓരോ പ്രശ്നവും.
പരമപിതാവും മനഃപൂർവ്വം കരുതിക്കൂട്ടിയും മനുഷ്യബോംബിനകത്ത് വെച്ച് കൊടുത്തതാണ്. ജീവിതകാലം മുഴുവനും കർത്താവ് മാനുഷിക അവസ്ഥകൾ അതിജീവിച്ചത് യൂദാസിനെ വെച്ചുകൊണ്ടാണ്. കാരണം യൂദാസ് ഓരോ പ്രശ്നവും അപ്പോസ്തലന്മാർ ഇത് കയ്യിൽ നിന്ന് മെനകേടാകണ വിഷയമായത് കാരണം ഇവൻ പറഞ്ഞിരിക്കുന്ന പരിചക്കാത്ത വർത്തമാനമൊന്നും സുവിശേഷം എഴുതാഞ്ഞിട്ടാണ്. ഇവൻ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറേ ഡയലോഗ് കാച്ചിട്ടുള്ള പാർട്ടിയാണ്. നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അല്ലേ? കർത്താവ് ലാസൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാസൻ്റെ പെങ്ങൾ കർത്താവിൻ്റെ കർത്താവോട് നന്ദി, ലാസനെ ഉയർപ്പിച്ചതിലുള്ള നന്ദി പറയാൻ വേണ്ടി അവൾക്ക് വാക്കില്ലാഞ്ഞപ്പോഴാണ് അവൾ സുഗന്ധ തൈലം കൊണ്ട് കർത്താവിൻ്റെ പാദം പൂശിയത്. അത് കണ്ട് അവന് കമൻ്റ് അടിച്ചു, കണ്ടില്ലേ? അപ്പോഴ് കർത്താവിനെ കൊച്ചാക്കാൻ നോക്കി. കൂടെ ഉള്ളവൻ്റെ തന്നെ അവസ്ഥ ഇതാണ്. അപ്പോൾ അതിന് പുറത്തുള്ളവൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഇതിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ലോകത്ത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഈ ഡിസ്റ്റർബ് ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? ദൈവം അറിയാതെ എപ്പോഴും എൻ്റെ മക്കൾ വിചാരിക്കണം, എന്നാ ഡിസ്റ്റർബൻസ്, മറ്റുള്ള അസൂയയാകാം, പകയാകാം, കുടുംബത്തിലുള്ള കുത്തിത്തിരിപ്പാകാം, തൊടുത്തിൽക്കുത്താകാം, എന്നാ പരിപാടി. നമ്മൾ വിശ്വസിച്ച ആളായിരിക്കും ചിലപ്പോൾ നമ്മുടെ കാറ്റുകൊട്ടിൽ മണ്ണ് മാന്തി എടുത്തിട്ട് നമ്മളൊക്കെ മരത്തി അടിക്കാൻ നോക്കണത്. ഇതൊക്കെ ജീവിതത്തിലെ ലോകത്തിലുള്ളതാണ്. ഇതെല്ലാം നമ്മൾ ഡിസ്ചാർജ് ചെയ്യിക്കും. പക്ഷേ ഈശോ എന്നാ പറയണത്? അതെല്ലാം ചാർജ് ചെയ്യാനുള്ള അവസ്ഥയാക്കി മാറ്റണം. അതെല്ലാം ചാർജ് ചെയ്യാനുള്ള അവസ്ഥയാക്കി മാറ്റണം. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. ധ്യാനം കേട്ടോണ്ടിരിക്കുന്ന മക്കളൊക്കെ അനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങളില്ലേ, അവരുടെ കുടുംബത്തിലും ജീവിതത്തിലും, അവിടെയൊക്കെ അവർക്ക് അങ്ങേപ്പോലെ പ്രാർത്ഥിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവ തിരുമനസ്സ് നിറവേറ്റിക്കൊണ്ട് അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്താനുള്ള ആശ്വാസമായ കൃപയാൽ നിറക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുനാമം മഹത്വപ്പെടട്ടെ. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. ദൈവാനുഗ്രഹത്താൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ പുണ്യപ്പെട്ട സ്ഥലത്ത് നിൽക്കാനുള്ള ഭാഗ്യം ലഭിച്ചത്. എൻ്റെ പേര് മിനി രാജൻ, വീട് ചാലക്കുടി മേലൂരാണ്. ഇതെൻ്റെ മകൾ കൃഷ്ണ, കുഞ്ഞ് സയാൻ. ആദ്യമായിട്ട് എൻ്റെ മോൾക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യമാണ്. കുറേ നാളുകളായിട്ട് ഇവൾക്ക് വയറുവേദനയായിരുന്നു. വയറുവേദന, എന്ത് ഭക്ഷണം കഴിച്ചാലും ഉടനെ തന്നെ ടോയ്ലറ്റിലേക്ക് പോകണം, ഇങ്ങനെ ലൂസ് മോഷനാണ്. കുറേ നാളായി അങ്ങനെ ആ ബുദ്ധിമുട്ട് അവൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്നൊരു സ്കാൻ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ എൻഡ്രോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. എൻഡ്രോസ്കോപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് ഡൗട്ട് തോന്നിയാൽ ഉടനെ തന്നെ അത് ബയോപ്സിക്ക് അയക്കേണ്ടി വരും. അതിനുള്ള പൈസ കൂടി കരുതിക്കൊള്ളണമെന്ന് സാറ് പറഞ്ഞു. ഞാൻ എൻ്റെ 8ാമത്തെ ഉടമ്പടിയിലാണ്. ഞാൻ 2019 തുടങ്ങി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ ഉടമ്പടി ജീവിതമാണ്. ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഒരു കുഴപ്പം വരില്ല. ഞാൻ ഇവൾക്ക് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി, നമ്മുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വിശ്വാസ പ്രമാണം വിശ്വാസത്തോടെ ചൊല്ലി, മനസ്താപ പ്രകരണം കൂടി ചൊല്ലിയിട്ട് വേണം നിങ്ങളത് ഉപയോഗിക്കാമെന്ന്. അതുപോലെ തന്നെ ഞാൻ ഇവളുടെ വയറ്റിലും നെറ്റിയിലും കുരിശ് വരച്ചു. എൻ്റെ മോൾക്ക് ഉപ്പ്, തേന്, തൈലം എല്ലാം ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കും. ഇതൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ബയോപ്സിക്ക് പോയത്. ബയോപ്സി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ അങ്ങനെ പറഞ്ഞത് പ്രകാരം ബില്ലടച്ചു, ബയോപ്സിക്ക് കൊടുത്തു. ഞങ്ങളോട് പറഞ്ഞു 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വന്നോളാൻ പറഞ്ഞു. ലാബിൽ വന്ന് റിസൾട്ട് വാങ്ങിയിട്ട് എൻ്റെ റൂമിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഡോക്ടർ ഞങ്ങളെ വിട്ടു. ഞാൻ നന്നായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് ഞാനിവിടെ വന്നൊരു എൻ്റെ മോൾക്കൊരു കുഴപ്പമില്ലാതിരുന്നാൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ നന്നായി പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ 10ാം ദിവസം എന്ന് പറയുന്നത് അത് സെപ്റ്റംബർ 8 നമ്മുടെ അമ്മ മാതാവിൻ്റെ ജന്മതിരുനാളിൻ്റെ അന്ന് ഞാൻ എല്ലാ 50 നൊയമ്പും 25 നൊയമ്പും 8 നൊയമ്പൊക്കെ കൃത്യമായിട്ട് ഞാൻ പാലിക്കും. മത്സ്യമാംസങ്ങളൊന്നും കഴിക്കില്ല. അങ്ങനെ ഉപവാസവും നോമ്പ് ഒക്കെ എടുത്ത് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അന്ന് ഞാൻ അക്രൈസ്തവരാണ്. ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം കേട്ടിട്ടുള്ളവർക്കറിയാം. അത്ര വലിയ അനുഗ്രഹങ്ങളാണ് എനിക്ക് അമ്മമാതാവ് വഴിയായിട്ട് ഈശോ തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ
സെപ്റ്റംബർ 8 ദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇന്ന് അമ്മയുടെ ജന്മത്തിരുന്നാളാണ്, ഇന്ന് സന്തോഷിക്കാനുള്ളൊരു വാർത്ത തന്നെ തരണേ അമ്മേ. എൻ്റെ മകൾക്ക് എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും ഒരു കുഴപ്പമാണ് പറയണമെങ്കിൽ അതൊരു വല്ലാത്തൊരു വേദനയായി മാറും. അതിനുള്ളൊരു വരരുത്, എൻ്റെ മോൾക്ക് നെഗറ്റീവ് ആകണേ മാതാവി എന്ന് പറഞ്ഞ് ഞാൻ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ 8 തീയതി തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് ലാബിൽ ചെന്ന് റിസൾട്ട് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു, കൃഷ്ണയുടെ റിസൾട്ട് ഡോക്ടർ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. റൂമിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിന് ഒരു കുഴപ്പമില്ല കേട്ടോ, വളരെ നെഗറ്റീവാണ്, മോൾക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ വിചാരിച്ച പോലെയുള്ള ഒരു പ്രശ്നവും ആ കുട്ടിക്കില്ല, കുടലിൽ ഇച്ചിരി നീർക്കെട്ടുണ്ട്, അത് 1 മാസം മരുന്ന് കഴിച്ചാൽ മതി, അത് മാറിപ്പോക്കോളും, ദൈവാനുഗ്രഹമാണെന്ന് പറഞ്ഞു. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ രണ്ടാമതായിട്ട് ഞങ്ങളുടെ വീടിനോട് ചേർന്ന് കുറച്ച് സ്ഥലം അങ്ങനെ കിടക്കുന്നുണ്ട്. അതിന് ഒരറ്റത്താണ് അവരുടെ വീട്. അപ്പോൾ ഞങ്ങളുടെ കുറേ മരങ്ങൾ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ വീട് പണിതതിന് ശേഷം വെച്ച മരങ്ങളാണ് ഈ മഹാഗണിയുടെ മരങ്ങൾ. അപ്പോൾ അതിൻ്റെ വല്ലാത്ത ശല്യമാണ് ഞങ്ങൾക്ക്. കാറ്റ് ഊതുമ്പോഴൊക്കെ വീട്ടിലേക്ക് ചവറ് വരും, മഞ്ഞ് സമയമായ നിറച്ച് പുഴുക്കൾ വരും. അത് മരം വെട്ടാൻ അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ ഭർത്താവ് അവരോട് പറഞ്ഞ് ഇത്തിരി ഇഷ്ടക്കുറവിലായി 2 മരം വെട്ടിക്കളഞ്ഞു. അതിൻ്റെ ഒരു ഇഷ്ടക്കുറവ് അവർക്ക് ഞങ്ങളോട് ഉണ്ട്. എങ്കിലും ഞാനിവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന, ഞങ്ങളുടെ ഭവനത്തിന് ഭീഷണിയായിട്ട് നിൽക്കുന്ന ആ മരങ്ങളൊന്ന് മുറിച്ച് മാറ്റിത്തരാൻ അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണേ, അവർക്ക് തോന്നണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് അവിടെ വെതറിയായിരുന്നു. അതിൻ്റെ ഫലമായി ഞാൻ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മ പറയാണ്, മരം നോക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരു 10-12 മരങ്ങൾ അവർ വരച്ചു പോയിട്ടുണ്ട് വെട്ടാനായിട്ടെന്ന്. അപ്പോൾ അതുപോലെ തന്നെ അവർ ഒരു 12 മരങ്ങൾ മുറിച്ച് മാറ്റി തന്നു. അതിൽ അമ്മ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. കൃപാസന മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് വളരെ ചെറുപ്പം മുതൽ ഇങ്ങനെ ബ്ലഡ് വളരെ കുറവുള്ള ഒരാളായിരുന്നു ഞാൻ. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അങ്ങനെയാണ്. അതിനുവേണ്ടി എന്ത് മരുന്ന് കഴിച്ചാലും ഭക്ഷണം കഴിച്ചാലും ബ്ലഡ് കൂടാറില്ല. അപ്പോൾ എനിക്ക് തൈറോയിഡ് ഉണ്ട്. ഞാൻ തൃശ്ശൂർ ജൂബിലിയിൽ ഡോക്ടറെയാണ് കാണുന്നത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്ലഡ് കുറഞ്ഞു പോകുന്നത്, അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, നമുക്ക് ആ കാരണം കണ്ടുപിടിക്കണം. ഒരു കാര്യം ചെയ്യൂ, ഈ ടെസ്റ്റ് ചെയ്തിട്ട് ചാലക്കുടി തന്നെ ഡോക്ടറെ കാണിക്കൂ, എന്തെങ്കിലും പ്രശ്നം ഡോക്ടർ പറയുകയാണെങ്കിൽ മാത്രം ഇവിടേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ടാന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല, എന്നാലും ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതോടുകൂടി എൻ്റെ കുടുംബം പോകും. എന്തെങ്കിലും ഒരു വലിയ അസുഖമൊക്കെ ആണെങ്കിൽ എനിക്ക് എൻ്റെ മകനും മരുമകളും സംസാരിക്കാൻ കഴിയാത്തവരാണ്. അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും ഞാനാണ് നടക്കുന്നത്. അവരുടെ വിവാഹമൊക്കെ മാതാവ് തന്നെയാണ് നടത്തി തന്നത്. അതൊക്കെ ആ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ലാബിലേക്ക് പോയപ്പോൾ ഇതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് കഴിച്ചു, തേൻ കഴിച്ചു, തൈലം പുരട്ടി ഉടമ്പടി കാശ് രൂപം മുറുക്കെ പിടിച്ച് മാതാവിനോട് പറഞ്ഞു, മാതാവേ അമ്മേ, കുരിശിൽ കിടന്നുകൊണ്ട് അവസാന തുള്ളി രക്തം വരെ ഈശോ ഞങ്ങൾക്ക് തന്നതാണ്. ഒരു തുള്ളി രക്തം എനിക്കിപ്പോൾ തന്നാൽ എൻ്റെ ശരീരത്തിൽ ആവശ്യമുള്ള ബ്ലഡാവും. അതിനുവേണ്ടി എനിക്ക് വേറൊരു പ്രശ്നമൊന്നും എനിക്ക് ഉണ്ടാവില്ലേ മാതാവ്, ഇതൊന്നും താങ്ങാനുള്ള ശക്തി എനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഭർത്താവ് നന്നായി മദ്യപിക്കുന്ന ഒരാളാണ്. എൻ്റെ കുടുംബത്തെ അവസ്ഥകളെല്ലാം മാതാവിനെ നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ബ്ലഡ് എടുത്തു. പിറ്റേ ദിവസം ആ കുട്ടി പറഞ്ഞു റിസൾട്ടിന് വന്നോളൂ എന്ന് പറഞ്ഞു. റിസൾട്ട് വാങ്ങി ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു. പഴയ റിസൾട്ടും പുതിയ റിസൾട്ടും കാണിച്ചു. മാറി നോക്കിയിട്ട് ആ ഡോക്ടർ എന്നോട് പറയുകയാണ്, ഇത് എങ്ങനെയാണ് 1 മാസത്തിനുള്ളിൽ ഒരാളുടെ ശരീരത്തിൽ ഇത്രമാത്രം ബ്ലഡ് കയറുന്നത്, ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യൂ, 2 ആഴ്ച കഴിഞ്ഞ് ഒന്നും കൂടി നോക്കാവോ എന്ന് ചോദിച്ചു എന്നോട്. ഡോക്ടർക്ക് സംശയം, പക്ഷേ എനിക്ക് സംശയമില്ല, ഇത് എൻ്റെ അമ്മ മാതാവ് ഇടപെട്ട് ഈശോ വഴിയായി എനിക്ക് തന്നതാണ്. ഞാൻ പറഞ്ഞു വേണ്ട ഡോക്ടറെ, 2 ആഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് പ്രാർത്ഥനയുടെ ഫലമാണ്, ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതാണ്, ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെ ആ ഡോക്ടറും പറഞ്ഞു. പിന്നെ എനിക്കിങ്ങനെ ഭയങ്കര ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് വർഷങ്ങളോളമായി ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പീരീഡ്സ് ആയ എനിക്ക് എവിടെയും യാത്ര ചെയ്യാനൊന്നും പറ്റില്ല. അതുമൂലം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അതും മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. രക്തസ്രാവക്കാരി സ്ത്രീ, ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ട മാത്രയിൽ അവളുടെ ശരീരത്തിൽ അവൾ സുഖം അനുഭവപ്പെട്ടു. ആ വചനം പറഞ്ഞ് ഞാൻ ആവർത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അമ്മ എനിക്ക് അതും പൂർണ്ണമായിട്ടും കൺട്രോളാക്കി തന്നു. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന കുറേ മാതാവിൻ്റെ ഈശോയുടെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഞാനത് ഒത്തിരി ചുരുക്കി പറയാം. അത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും അനിയനും തനിച്ചാണ് താമസിച്ചിരുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അനിയൻ മരിച്ചു. അപ്പോൾ അമ്മ അങ്ങനെ കിടപ്പിലായിപ്പോയി. അപ്പോൾ അമ്മ ആരുമായിട്ട് ഒരു വലിയ ടച്ചില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. അമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല മരുമക്കളെയൊന്നും. അപ്പോൾ അവരുടെ അവസ്ഥ കണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, അനിയൻ്റെ മരണശേഷം അമ്മേനെ നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു.
അപ്പോൾ അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ല. അമ്മയുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് കട്ടിലുമേന്ന് എഴുന്നേക്കും, അമ്മ വീഴും. അതായിരുന്നു അമ്മയുടെ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ മുറിയിൽ താഴെ കിടത്തുന്നത്. അമ്മ ഈ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഇഴഞ്ഞു നടക്കുക, എല്ലാം മലമൂത്ര വിസർജനമൊക്കെ റൂമിൽ തന്നെ. അങ്ങനെ വല്ലാത്ത ഒച്ചപ്പാടും ഭയങ്കര പ്രശ്നം, ഭയങ്കര വയലൻ്റ് ആയിക്കൊണ്ടിരിക്കും അമ്മ. അപ്പോൾ അമ്മേനെ കാണാൻ വരുന്നവരൊക്കെ പറയും ഇതിങ്ങനെ കിടന്ന് നരഹിക്കും, ഇതിപ്പോൾ ഒന്നും മരിക്കില്ല, ഇതിൻ്റെ സ്വഭാവത്തിൻ്റെയാണ്, അങ്ങനെയൊക്കെ പറയെങ്കിലും ഞാൻ അമ്മയ്ക്ക് വേണ്ടി എന്നും ഈ മാതാവിനോട് ഇവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ അമ്മയ്ക്ക് നല്ല മരണം കൊടുക്കണം, അമ്മേനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുതേന്ന് പറഞ്ഞ് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ എന്നും അമ്മയ്ക്ക് ഉപ്പും തൈലവും തേനൊക്കെ കൊടുക്കും. അമ്മയുടെ മുറി പോയിരുന്ന് ഞാൻ ഉറക്കെ ബൈബിൾ വായിക്കും, കൊന്ത ചൊല്ലും. ഒന്നും അറിഞ്ഞിട്ടല്ല, എന്നിട്ടും അമ്മ എന്നോട് പറയും നിൻ്റെ കുർബാന നന്നായിരുന്നു എന്ന് പറയും എന്നോട്. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയമൊക്കെ അമ്മ മൗനമായിട്ട് കിടക്കും, അപ്പോൾ ഒച്ചയൊന്നും എടുക്കില്ല. അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിയും ഈ വിശ്വാസത്തിൽ തന്നെ ജീവിക്കുന്ന ആളാണ്. പക്ഷേ അവൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ആ ഒരു ഇതിലല്ല, ഈശോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു അവൾ കാണാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ 2 പ്ലാസ്റ്റർമാരെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കട്ടെ അമ്മയ്ക്ക് വേണ്ടി, ഈ അമ്മയ്ക്ക് കുറേ ചീത്തയുടെ കുഴപ്പമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാനിത് കൃപാസന മാതാവിന് കൊടുത്തേക്കണ കാര്യമാണ്, അമ്മ മാതാവ് ഇതിലിടപെട്ടോളും, വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ നിർബന്ധിക്കുകയാണ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ആൾക്കും ഇത് വിശ്വാസമല്ല, ഇനി പുള്ളിക്കാരൻ വേണ്ടാന്ന് പറഞ്ഞാൽ അതൊരു കാരണമായിട്ട് പറയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആൾ പറയാണ് ആളുടെ അമ്മയല്ലേ, അപ്പോൾ ആൾ പറയാ വന്നോട്ടെ, പ്രാർത്ഥിക്കാൻ വന്നതല്ലേ, വന്നിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരോട് വന്നോളാൻ പറഞ്ഞു. അവർ അങ്കമാലി എത്താറായപ്പോൾ എൻ്റെ ചേച്ചി വിളിച്ചു, ഞങ്ങൾ അങ്കമാലി എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വേഗം അമ്മയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു അമ്മ എന്നോട് ക്ഷമിക്കണം, അവർ നിരന്തരം ഇങ്ങനെ പറയണോണ്ട് ഞാൻ സമ്മതിച്ചതാണ്. അവർ മാതാവിനെ വിശ്വാസമില്ലാത്തവരാണ്, ഇവിടെ വരുമ്പോൾ മാതാവിനെ കുറ്റം പറയാനൊന്നും ഇടവരരുത്, എനിക്കത് ഭയങ്കര സങ്കടമാവും, എനിക്ക് ദേഷ്യം വന്ന് ചിലപ്പോൾ ഞാനും എന്തെങ്കിലും പറഞ്ഞു പോട്ടെ അമ്മേ, അതുകൊണ്ട് അങ്ങനെയുള്ള ഇടവരരുതെന്ന് ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നു. വീട്ടിൽ കയറി വന്ന് ഞാൻ ചായ കൊടുത്ത് അവർ ഹാളിലിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സിറ്റൗട്ടിലും ഹാളിലും റൂമിലും അടുക്കളയിലും ഒക്കെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്നോട് ചോദിക്കാം മാതാവിന് ഭയങ്കര വിശ്വാസമാണല്ലേ എന്ന്. എനിക്ക് ഭയങ്കര ആവേശമായി. ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിന് ഭയങ്കര വിശ്വാസമാണ്, ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്താണ്, ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്, എൻ്റെ ഉടമ്പടി ജീവിതമാണ്. അങ്ങനെ ഞാൻ മാതാവിനെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ അവരെന്നോട് പറയാം മാതാവ് ദൈവമൊന്നുമല്ല, ദൈവം യേശു ആണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ യേശുവിൻ്റെ അമ്മയല്ലേ മാതാവ് എന്ന് ചോദിച്ചു. പിന്നെ അവരൊന്നും മിണ്ടില്ല. അപ്പോൾ അവർ പറയാം നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ പറയുന്ന ആ അമ്മ നിങ്ങളുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്, ഭയങ്കര പ്രകാശമാണ് നിങ്ങളിരിക്കുന്നിടത്തു നിന്ന്. അപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ വീട്ടിലുണ്ടെന്ന് അമ്മ അവർക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ ഒരക്ഷരം പോലും അവർ പറഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ അമ്മയുടെ റൂമിൽ പോയിട്ട് അവർ പറഞ്ഞു ഇതിങ്ങനെ കുറച്ച് നാൾ കിടക്കും, അതിൻ്റെ സമയമാകുമ്പോൾ അത് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവർ പോയി. പക്ഷേ ഇതുപോലെ തന്നെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ 8 നോമ്പെടുത്ത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു. അമ്മ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ ആരെങ്കിലും വേദനിപ്പിക്കുകയോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാതാവ് ഈശോയോട് പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് മാപ്പ് കൊടുക്കണം, കഷ്ടപ്പെടുത്താതെ അമ്മയ്ക്ക് നല്ല മരണം കൊടുക്കണേ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സെപ്റ്റംബർ 7-ാം തീയതി രാത്രിയായപ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു മാറ്റം വന്നതുപോലെ എനിക്ക് തോന്നി. അമ്മ വെള്ളം കൊടുത്തപ്പോൾ ഇങ്ങനെ ഇറക്കാത്തത് പോലെ ഒരു ബുദ്ധിമുട്ട് തോന്നി. ഞാൻ കൊന്ത ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ബൈബിൾ എടുത്ത് വായിച്ച് ബൈബിൾ കണ്ണടച്ച് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് യേശുവിൻ്റെ മരണമാണ്. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നാളെ അമ്മയുടെ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഈശോയുടെ മരണമാണ് കിട്ടിയിരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ സെപ്റ്റംബർ 8-ാം തീയതി 8 മണിയായപ്പോൾ അമ്മ പെട്ടെന്നാണ് 2-3 പ്രാവശ്യം ഇങ്ങനെ വലിച്ചു, അമ്മ മരിച്ചു. അപ്പോൾ അമ്മ മാതാവിൻ്റെ ജന്മതിരുനാളിൻ്റെ അന്നാണ് ഞങ്ങളുടെ അമ്മയുടെ മരണം വീട്ടിൽ സംഭവിച്ചത്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഞാൻ ഇവിടുന്ന് എല്ലാ മാസവും ഞാൻ വന്ന് 3 കെട്ട് പത്രം വാങ്ങിക്കും. എൻ്റെ കൂടെ എൻ്റെ അയൽവാസിയും കൂട്ടുകാരിയുമായ സുശീല ചേച്ചിയും വരും. ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും പുതുക്കണതും പത്രത്തിനും പ്രേക്ഷിത പ്രവർത്തനത്തിനൊക്കെ പോകണം, ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ ചേച്ചിയും മേടിക്കും 3 കെട്ട്. അങ്ങനെ ഞങ്ങൾ 6 കെട്ട് പത്രം കൊണ്ട് മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോകും. പിന്നെ ക്യാൻസറിൻ്റെ മാത്രം ഹോസ്പിറ്റലുണ്ട്, അവിടെ പോകും. അങ്ങനെ ഒരു ദിവസം ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു സഹോദരനെ കുറേ ആളുകൾ ചേർന്ന് മുറുകെ കൈയും കാലും പിടിച്ച് കട്ടിലിൽ കെട്ടിയിടുകയാണ്. ഒരു പെൺകുട്ടിയും അടുത്ത് നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇവിടെ കുറേ നാൾ മുമ്പ് ഒരു ധ്യാനത്തിൽ നമ്മുടെ അച്ഛൻ പറയണ്ടായിരുന്നു, അച്ഛൻ്റെ പള്ളിയിലായിരിക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ വയലൻ്റായിട്ട് കൊണ്ടുവന്നപ്പോൾ അയാൾ ശല്യം ചെയ്തിട്ട് ആ കൂടെ വന്ന ആൾക്കാർ അയാളുടെ മേല് കയറി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ഛൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു, അയാൾ ശാന്തനായിരുന്നു. അപ്പോൾ ഞാൻ സുശീലച്ചോട് പറഞ്ഞു ചേച്ചി വിശ്വാസ പ്രമാണം ചൊല്ലി ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി ഈശോയെ ഈ മകനെ ശാന്തമാക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ മകൻ അത്ഭുതകരമായിട്ട് അവൻ അങ്ങനെ ഒന്ന് ഉറങ്ങിപ്പോയി.
അവരൊന്നും കൂടി അവൻ്റെ കയ്യും കാലും കെട്ടിയിട്ട് പറഞ്ഞു, ഞങ്ങൾ വെളുപ്പിന് വന്നതല്ലേ, ഒരു ചായ കുടിച്ചിട്ട് വരട്ടേന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ആ മോളോട് ചോദിച്ചു, മോളെ ഇതാരാന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡാ ചേച്ചി, എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. അത് ആൾ മാറി രാത്രിയിൽ ഒരു അടി കിട്ടിയതാണ്, ഞരമ്പ് ചതഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയലൻ്റ് ആവും, അപ്പോൾ ഇവിടെ കൊണ്ടുവരണതാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഞങ്ങൾ കൃപാസനത്തിൽ നിന്ന് വരുന്നതാണ്, ചേച്ചി ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്, എൻ്റെ കയ്യിൽ നേർച്ച വസ്തുക്കളെല്ലാം ഉണ്ട്. ഞാൻ ഈ കുട്ടിക്ക് പത്രം കൊടുത്തു, മാതാവിനെക്കുറിച്ചും ഇവിടെ നടക്കുന്ന ഓരോ അത്ഭുത സാക്ഷ്യങ്ങൾ, ജീവനുള്ള സാക്ഷ്യങ്ങളെക്കുറിച്ച് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, എൻ്റെ സാക്ഷ്യം പറഞ്ഞു. ആ മോൾക്ക് നല്ല വിശ്വാസമായി, ചേച്ചി വീട്ടിൽ പോയാൽ ഉടനെ തന്നെ ഞാൻ ആലപ്പുഴ കൃപാസനത്തിൽ പൊക്കോളാമെന്ന് ആ കുട്ടി എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ എൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ സാധനങ്ങളുണ്ട്. ഞാൻ ആ കുട്ടിക്ക് ഉപ്പ്, ലോക്കറ്റ് എല്ലാം കൊടുത്തു. ഞാൻ ഒരു തുള്ളി തൈലം ഈ മോൻ്റെ നെറ്റിയിലൊന്ന് കുരിശ് വരച്ചോട്ടെ എന്ന് ചോദിച്ചു, പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി ആ പ്രാർത്ഥിച്ചോ ചേച്ചി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരു പേടി, ഞാൻ തൊടുമ്പോഴെങ്ങാൻ അവൻ എഴുന്നേറ്റ അവിടെയുള്ള എല്ലാവരും കൂടി എന്നെ പിടിച്ച് അവിടെ കെട്ടിയിടും, കാരണം അത്ര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളൊന്ന് തൊട്ട് നോക്കിയെന്ന് പറഞ്ഞു. അവൾ തൊട്ടപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ മാതാവിൻ്റെ തൈല വിശ്വാസ പ്രമാണം ചൊല്ലി ആ മോൻ്റെ നെറ്റിയിൽ കുരിശിട്ട് കൊടുത്തു. ഞങ്ങൾ കുറേ സമയം ആ വാർഡിൽ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ളവർക്കറിയാം, അത്ര വലിയ വാർഡാണ്. ഓരോ കട്ടിലിൻ്റെ അടുത്തും പോയി ഞങ്ങൾ അവരോട് സുവിശേഷം പറഞ്ഞാണ് ഞങ്ങൾ പേപ്പർ കൊടുക്കുന്നത്, ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞ്. അങ്ങനെ ഒരുപാട് മക്കൾ, ഞാൻ അവരുടെ ഫോൺ നമ്പർ വാങ്ങിക്കും, ഞാൻ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കും. പിന്നെ എനിക്ക് വരുമാനമൊക്കെ വളരെ കുറവുള്ളൊരു ജോലിയാണ്, എന്നാലും എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട്. അങ്ങനെ അവർക്ക് അയച്ചു കൊടുക്കും. പറ്റുന്നവരെ കൊണ്ട് അവരെ കൊണ്ട് ഞാൻ ചെയ്യിക്കും. പിന്നെ അങ്ങനെ ഒരുപാട് മക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ മാതാവിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. തൃശ്ശൂർ ടൗണിലിരിക്കുന്ന പാവങ്ങൾക്ക് പൊതിച്ചോറ് കൊണ്ടുപോയി ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ പലരോടും ചോദിച്ച് ഞാൻ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വസ്ത്രങ്ങൾ കളക്ട് ചെയ്തിട്ട് എനിക്ക് പരിചയമുള്ളൊരു കുട്ടി അനാഥാലയത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കുട്ടിയോട് പറഞ്ഞ് അവർ വന്ന് ഇവിടെ നിന്നല്ല, കോട്ടയത്താണ്, അവർ വന്ന് ആ ഡ്രസ്സുകൾ കൊണ്ടുപോയി അവർക്ക് കൊടുക്കും. പിന്നെ മക്കളൊക്കെ ഉണ്ടായിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞ കുറേ മാതാപിതാക്കൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് അവർക്ക് ഞങ്ങൾ സിസ്റ്ററോട് ചോദിച്ചു, എന്താ സിസ്റ്ററെ ഞങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തു തരണ്ടേ, ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരട്ടെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഇവരെല്ലാവരും ഒരേ ഭക്ഷണം കഴിക്കുന്നവരല്ല, ഇവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നോക്കി തന്നെ വേണം ഇവർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, അങ്ങനെ നിർബന്ധമാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങി തന്നാൽ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ഒരു ലിസ്റ്റ് തന്നു. ആ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാങ്ങിക്കൊടുത്തു. 25 അമ്മമാരുണ്ട്. അമ്മമാർക്ക് കാല് ചവിട്ടാൻ ഒരു ചവിട്ടി വാങ്ങി തരുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ 25 അമ്മമാർക്കും ഞങ്ങൾ ചവിട്ടി വാങ്ങിക്കൊടുത്തു, കാലിരുന്നിട്ട് കാല് ചവിട്ടാനായിട്ട്. അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടി ജീവിതം. ഉടമ്പടി എന്തിനാണ്? ഉടമ്പടി ജീവിക്കാനാണ്. ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുകയാണ്. ഞാൻ എൻ്റെ ഈശോയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ ജീവിക്കുന്ന സാക്ഷിയായിട്ട് എൻ്റെ മരണം വരെ ഞാൻ ഈ ഉടമ്പടിയിൽ ജീവിക്കും. ഉടമ്പടി വഴിയാണ് ഞാൻ സ്ഥാനപ്പെട്ട് ജീവിക്കുന്നത്. അക്രൈസ്തവരായതുകൊണ്ട് മറ്റ് വേറെ ഒന്നും പറ്റില്ല. വീട്ടിലുള്ള ബുദ്ധിമുട്ടുകളും വീട്ടിലുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അച്ഛന് ഈ കഴിഞ്ഞ ധ്യാനത്തിൽ തന്നെ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഒരാളെങ്കിലും തീക്ഷ്ണമായിട്ട് വിശ്വാസത്തിൽ നിന്നാൽ മതി, അതുവഴിയായിട്ട് കുടുംബം രക്ഷപ്പെടുമെന്ന്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, അത് ഈ നമ്മുടെ അച്ഛൻ അനുദിന അനുഗ്രഹ പ്രാർത്ഥന, അതായത് മോളുടെ ബയോപ്സിക്ക് കൊടുത്തിട്ട് തിങ്കളാഴ്ചയാണ്, ചൊവ്വാഴ്ച അച്ഛൻ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പറയുകയാണ്, ഒരു രോഗത്തെ ഭയന്നിരിക്കുന്നവരോട് ഈശോ പറയുന്നു ആ രോഗത്തോട് പോയി പണി നോക്കാൻ. അപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി, നെഞ്ച് പൊട്ടി. ഞാൻ അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞു. ഞങ്ങൾ ഭയന്നിരിക്കുകയാണ് ഒരു രോഗത്തെ. അത് തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. ആ ചൊവ്വാഴ്ച തന്നെ അച്ഛൻ ധ്യാനത്തിലും പറയുന്നു, കെ എന്ന അക്ഷരം ഈശോ കാണിക്കുന്നു. അത് ആ കെ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഏതാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അവർ ഭയന്നിരിക്കുന്ന കാര്യം ഈശോ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് നമ്മുടെ അച്ഛൻ പറഞ്ഞു. ആ ധ്യാനം റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും അത്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിന് ഈശോയും മാതാവും തന്നിട്ടുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇനിയുള്ള കാലവും ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ട് നല്ലൊരു പ്രേക്ഷിതയായി ജീവിക്കുമെന്ന് ഞാൻ ഈശോയ്ക്കും മാതാവിനും വാക്ക് തരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം.